ഇന്ന് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയർ ടിപ്പ്, കിച്ചൺ ടിപ്പ്, അതുപോലെ ഗ്യാസ് സേവിങ് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പാനിലോട്ട് ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് കയ്യിലിടുന്ന മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ വിളിച്ച് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇത് കണ്ട പെപ്സി ബോട്ടിലൊന്നും കളയത്തില്ല കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ആദ്യത്തെ ടിപ്പ്, ഞാനിവിടെ കടല എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇത് ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പയറുവർഗ്ഗങ്ങൾ, കടല, അതുപോലെ തന്നെ ദാലൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ കറികളോ തോരനോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ തന്നെയും നമ്മളത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയും കിട്ടാനൊക്കെ പാടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേവുകയും ചെയ്യും, ഗ്യാസ് അധികം ചിലവാകത്തുമില്ല. ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടല നന്നായി കഴുകി എടുത്തിട്ട് അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് കൂടുതലും കുക്കറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ് കുറച്ചേ ചിലവാകുകയുള്ളൂ. കടല ഇട്ട് കൊടുത്തിട്ട് പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പിലയൊക്കെ കടലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊടി വകയായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാലയും പിന്നെ ശകലം പെരുംജീരകം എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒരുമിച്ചാണ് കടലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ആവശ്യമുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയ ഈ സമയത്ത് നമുക്ക് കറികളൊക്കെ വെക്കുന്ന സമയത്ത് അധികം വഴട്ടാതെ ഈ രീതിയിൽ ഒരുമിച്ച് എല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ട് വേവിക്കുകയാണെങ്കിൽ അധികം ഗ്യാസ് ചിലവാകത്തില്ല. നമുക്ക് നന്നായിട്ട് ടേസ്റ്റോട് കൂടി കഴിക്കാനും പറ്റുന്നതാണ്. ഇനി അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിയോടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കി അത് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും ആവശ്യമില്ല. അതുപോലെ ഗ്യാസ് അധികം ചിലവാകത്തില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കിംഗ് ആണ്. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്ന് ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫും മട്ടനൊക്കെ വെക്കുകയാണെങ്കിലും കൂടുതൽ ഗ്യാസ് ചിലവാകും. പക്ഷേ നമ്മൾ എല്ലാം കൂടെ ഇവിടെ കടല ഉണ്ടാക്കിയ രീതിയിൽ തന്നെ എല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ അധികം ഗ്യാസിൻ്റെ ആവശ്യമില്ല. കുക്കറിലിട്ട് തന്നെ വേവിക്കുകയും വേണം. കടലയോ ബീഫോ അതുപോലെ മട്ടനൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ കടുക് വറുക്കുന്ന സമയത്ത് എല്ലാം കടുക് വറുക്കുന്നതിന് നമ്മൾ ഇടുന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം കടുക് വറുക്കാൻ. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓരോന്ന് തപ്പിയെടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് അവിടെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്, അത് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് സേവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കടുക് വറുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ വേറെ കറികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് കടുക് വറുത്തിടുന്നതായിരിക്കും നല്ലത്. അതുപോലെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കട്ടി കുറവുള്ള പാത്രങ്ങളാണെങ്കിൽ നമുക്ക് അധികം ഗ്യാസ് ചിലവാകത്തില്ല. കട്ടി കൂടിയ പാത്രമാണെങ്കിൽ അത് ചൂടായി വരുന്നതിന് ഒരു സമയമെടുക്കും, നല്ലതായിട്ട് ഗ്യാസ് ചിലവാകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കട്ടി കുറവുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. കടുക് വറുത്തിട്ട് അത് കടലയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. കട്ടി കുറവുള്ള പാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കരിഞ്ഞു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത്, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തട്ടിൽ വെച്ചിട്ടായിരിക്കും ഇടിയപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ ആ തട്ട് ഒഴിവാക്കിയിട്ട് ആ പാത്രത്തിലോട്ട് ഒരു തുണി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലോട്ട്, തുണിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വാഴയില ഉപയോഗിക്കാവുന്നതാണ്, ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഇടിയപ്പം പീച്ചി ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് അത് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ പുട്ടുകുറ്റിയിലാണെങ്കിലും നമ്മൾ മിക്കവാറും ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ഒറ്റയടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പുട്ടുകുറ്റിയിലാകുമ്പോൾ നമുക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ എല്ലാം കൂടെ ചട്ടപ്പുട്ട് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് തന്നെ നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇതുപോലെ ആവി ഏറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു തട്ടിൽ നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കാം, അതുപോലെ മുട്ട പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതേപോലെ നമുക്ക് ചെയ്യുവാണെങ്കിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ അപ്പച്ചമ്പി വെച്ചേക്കുന്ന വെള്ളത്തിലോട്ടാണെങ്കിലും നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാവുന്നതാണ്, അങ്ങനെ പുഴുങ്ങിയെടുക്കാം. അതുപോലെ മുട്ട ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലും സ്റ്റീം ചെയ്ത് ഫുഡ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഗ്യാസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ആദ്യം ആവിയിലൊന്ന് വേവിച്ച്
വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുത്താലും പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആവുന്നതാണ്. ചിക്കൻ ആണെങ്കിലും നമുക്ക് ആവിയിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അധികം ഗ്യാസൊന്നും ചിലവാകത്തില്ല. അടുത്തത് നമ്മൾ അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ അരിയൊക്കെ കഴുകി എടുത്ത് വെള്ളം തിളച്ചിട്ട് വേണം വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ നമ്മൾ അരി വേവിക്കുന്ന വെള്ളം എടുക്കുന്നത് ആ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ എടുക്കാവൂ. ആ കലം നിറച്ച് വെള്ളം എടുക്കരുത്. അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി. കൂടുതൽ വെള്ളം വെക്കുമ്പോൾ അതിന് കൂടുതൽ ഗ്യാസ് അവിടെ ചിലവാകുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രം എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം. ഇപ്പം പാത്രത്തിൻ്റെ പുറത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഡ്രൈ ആയി പോയിട്ടായിരിക്കും നമ്മുടെ കലം ഒന്ന് ചൂടായി വരുന്നത്. കലം അല്ലെങ്കിൽ നമ്മൾ വെച്ച പാത്രം ചൂടായി വരുന്നത്. അപ്പോൾ അവിടെ ഗ്യാസ് അധികം ചിലവാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാത്രം വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പാത്രം അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഈ രീതിയിൽ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് 2 മാസമായാലും തീരത്തില്ല. നമുക്ക് നല്ലവണ്ണം ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും. അടുത്തത് നമ്മൾ പ്രായമൊക്കെ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളമൊക്കെ കുടിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കുന്നവരായിരിക്കും. അപ്പോൾ ചായയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇതുപോലെ ഫ്ലാസ്കിൽ ഒരുമിച്ച് ആ ദിവസത്തേക്കുള്ള വെള്ളം ചൂടാക്കി എടുത്തിട്ട് ഫ്ലാസ്കിൽ അടച്ചു വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഫ്ലാസ്കിൽ നിന്ന് ചൂടുവെള്ളം എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാവുന്നതാണ്. അതേപോലെ കുക്കിംഗ് ആണെങ്കിലും നമ്മൾ ഒരു ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം അവിടെ ഗ്യാസ് ചിലവാകത്തില്ല. 2 പ്രാവശ്യം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും നമ്മളവിടെ ഗ്യാസ് വേസ്റ്റാക്കി കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുമിച്ച് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്യാസ് ഒട്ടുമേ അധികം ചിലവാകത്തില്ല. ഡൈ ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിലപ്പം അവർ അത് ഉണ്ടാക്കി കലക്കിയൊക്കെ എടുത്ത് അത് ഒരു ദിവസം വെച്ച് അങ്ങനെ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മടി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് ഞാൻ പറയുന്നത്. ഒരു പാത്രത്തിലോട്ട് കുറച്ച് കാപ്പുപൊടിയാണ് എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കാപ്പുപൊടി കുറച്ച് കട്ടിക്കുള്ള കാപ്പുപൊടിയാണ്. അതിനെക്കാട്ടും നല്ല കുറച്ച് പൊടിയായിട്ടുള്ള കാപ്പുപൊടിയാണ്. ബ്രൂവിൻ്റെ ഒക്കെ കാപ്പുപൊടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതും തണുപ്പ് കാരണം കട്ടിയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അത് ഗ്യാസ് ഓണാണ്, അതിലോട്ട് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ ആ കാപ്പുപൊടി ആണെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാക്കുകയാണെങ്കിലും നന്നായിട്ട് അത് പൊടിഞ്ഞ് വരുന്നതായിരിക്കും, നല്ല പൊടിയായിട്ട് വരുന്നതായിരിക്കും. ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ കാപ്പുപൊടി നമുക്കത് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ചൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കാപ്പുപൊടി ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുടിക്ക് നല്ലൊരു കളറും തിളക്കവും ഒക്കെ കിട്ടുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ സ്കാൽപ്പൊക്കെ ഇത് മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതായിരിക്കും. ഹെന്നയൊക്കെ ഉപയോഗിച്ച് അത് കലക്കിയൊക്കെ എടുക്കാൻ മടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ രീതിയിൽ മുടിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് ആഴ്ച ഒരിക്കൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുടി കഴുകി കളയാവുന്നതാണ്. ഈ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ലൊരു കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കളറെന്ന് പറഞ്ഞാൽ മുടി ഇത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള കളറ് കിട്ടുന്നതായിരിക്കും. എന്തുകൊണ്ട് ഗ്രേ ഹെയർ കവർ ചെയ്യുന്നതിന് വളരെ നല്ലതായിരിക്കും. അതേപോലെ ഹെന്നയൊക്കെ ഉണ്ടാക്കി മുടിയിൽ അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ ഇരിക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്യുവാണെങ്കിലും വളരെ നല്ലതായിരിക്കും. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കി ഫ്രൈ ചെയ്തിട്ട് വരുന്ന ബാക്കിയുള്ള എണ്ണ നമ്മൾ സാധാരണ കളയാണ്, അത് കുക്കിങ്ങിന് എടുക്കത്തില്ല. നമ്മൾ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആ എണ്ണ നമ്മൾ സാധാരണ കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ആ ബാക്കി വന്ന എണ്ണ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 2-3 പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി വന്ന ഒരു എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ മരുന്ന് കുപ്പിയൊക്കെ കാലിയായിട്ടുള്ളത് കളയാതെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ കുപ്പിയിലോട്ട് ശകലം വെള്ളമാണ്, ഒരു 3/4 ഭാഗത്തോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീടാണ് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ആ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗത്തോളം ആ ബാക്കി വന്ന എണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കുപ്പിയുടെ അടപ്പ് പ്ലാസ്റ്റിക് ആണ്. ഇനി നമുക്ക് അതിന് പകരം
ഇതുപോലെയുള്ള മെറ്റലിൻ്റെ അടപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ എടുത്തിരിക്കുന്ന അത് ഇതിനകത്ത് കാലിയായിട്ടുള്ള അതല്ല, അത് കാരണം ആ മെറ്റൽ എടുക്കുന്നില്ല. അപ്പോൾ ആ കുപ്പിയുടെ പ്ലാസ്റ്റിക് അടപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ അതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. പിച്ചാത്തി ചൂടാക്കിയാണ് ആ ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടപ്പൊന്ന് പിച്ചാത്തി ചൂടാക്കി നല്ലതായിട്ട് രീതിയിലൊന്ന് ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്ന ഒരു തിരിയാണ്. ആ തിരി നമുക്ക് വേണമെങ്കിൽ ഷോർട്ടാക്കാം. ഇപ്പം ഞാനത് ഷോർട്ടൊന്നും ആക്കുന്നില്ല, അത് മൊത്തം എടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു കാലിയായിട്ടുള്ള ക്യാനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ക്യാനൊക്കെ നമ്മൾ വെറുതെ കളയായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അത് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ക്യാൻ ഒന്ന് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് ഒന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കട്ടി കുറവുള്ള ഏത് ക്യാൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ എടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് സിസേഴ്സ് കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു പോർഷൻ, അത്രയും പോലും വേണ്ട, ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ ഒന്നും കൊണ്ട് മുറിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ തിരി അതിലോട്ട് വെച്ചിട്ടൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയും വേണ്ട, ആ നീളം ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അത് മൊത്തം ഒന്ന് ചുറ്റി അങ്ങ് അതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ അങ്ങനെ ഒന്ന് ചുറ്റിയൊന്ന് എടുത്തിട്ട് വീണ്ടും ആ തിരിയൊന്ന് എടുത്തിട്ട് ആ എണ്ണയിലോട്ടൊന്ന് മുക്കി ഒന്ന് നനച്ച് ആ എണ്ണയൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ യൂസ് ചെയ്തിട്ടുള്ള എണ്ണ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് അതൊന്ന് അരിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിനകത്ത് അധികം കരടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിച്ച് വെക്കാഞ്ഞത്. അങ്ങനെ അരിച്ച് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. വീണ്ടും ആ തിരി നമ്മൾ ആ കാനിൽ നിന്ന് വെട്ടിയെടുത്ത് അതിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ അടപ്പിൽ നമ്മൾ ആ ഹോളിട്ട ഭാഗത്ത് ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വിളക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ആ അടപ്പ് ആ കുപ്പിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വിളക്കായി. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഇതിൽ മണ്ണെണ്ണ ഒഴിച്ചാണെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുപ്പിയുടെ അടപ്പ് പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ അതിന് പകരം മെറ്റലിൻ്റെ അടപ്പ് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ മെറ്റലിൻ്റെ അടപ്പില്ലാത്ത കാരണമാണ് ആ പ്ലാസ്റ്റിക് അടപ്പ് തന്നെ വെച്ചിരിക്കുന്നത്. ഇനി ഒരു ക്യാൻഡിൽ വെച്ച് അതൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് കത്തിക്കുന്നുണ്ട്. സ്നാക്സൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എണ്ണ കളയാതെ ഇതുപോലെ എടുത്തു വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു നല്ലൊരു വിളക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുമല്ല ഇതുപോലുള്ള എണ്ണയിൽ നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആണെങ്കിലും നമുക്ക് കത്തിച്ച് വെക്കുവാണെങ്കിൽ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ഉള്ള കൊതുകിനെയും ചെറിയ ജീവികളെയൊക്കെ ഓടിക്കാനും പറ്റിയ നല്ലൊരു ടിപ്പാണ്. അതേപോലെ നമ്മൾ ഇതുപോലെ എണ്ണ എടുത്ത് വെക്കുവാണെങ്കിൽ ഇപ്പം ഇനി ഗ്യാസൊക്കെ വില കൂടിയ സമയത്ത് നമുക്ക് വിറകടുപ്പൊക്കെ നമ്മൾ സ്വയമായിട്ട് ഉപയോഗിച്ച് പോകും. ആ സമയത്ത് വിറകൊക്കെ കത്തി എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ വിറകൊന്ന് ഈ എണ്ണയിലോട്ടൊന്ന് മുക്കി കൊടുത്തിട്ട് കത്തിക്കുവാണെങ്കിൽ നന്നായിട്ട് ആ വിറക് കത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വിറക് ഊതി കത്തിക്കേണ്ട ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. ഞാൻ നേരത്തെ ഇതുപോലൊരു വിളക്ക് ഉണ്ടാക്കി വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പലരും ചോദിച്ച സംശയങ്ങൾക്കുള്ള നല്ലൊരു മറുപടി കൂടിയാണ് ഈ ഒരു വിളക്ക്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക. അടുത്ത ലാസ്റ്റ് ടിപ്പ്, ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് 2 ടീസ്പൂണ് തേയിലപ്പൊടിയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 3-4 ഗ്രാമ്പൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ഇളക്കിയൊന്നും കൊടുക്കണ്ട, അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് പഞ്ചസാര മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിമേ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര മെൽറ്റായി വരുന്നത് ഇവിടെ കാണാവുന്നതാണ്. ഈ സമയത്തൊന്നും നമ്മൾ സ്പൂണിട്ടൊന്നും ഇളക്കുകയൊന്നും ചെയ്യണ്ട. നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നന്നായിട്ട് ഇപ്പോൾ പഞ്ചസാരയൊന്നും മെൽറ്റായി ഇട്ടില്ല, എല്ലാം ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് കളറൊക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് സ്പൂണിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കാണാവുന്നതാണ് നല്ലൊരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ മെൽറ്റായി വന്നിട്ട് നമുക്കതിലോട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് കൈയൊന്നും പൊള്ളാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യണം. നല്ല ചൂടാണ്, തൊഴുകൊന്നും ചെയ്യരുത്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം അതിൻ്റെ ആ വെള്ളം വേറൊരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളറിലാണ് നമുക്ക് ആ വെള്ളം കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കിയാൽ കയ്യിൽ കളറ് വരുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് ഇട്ട് ഇതുപോലെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ചു വെച്ച് അതിൽ നിന്ന് നമ്മൾ മൈലാഞ്ചി വെള്ളം ഉണ്ടാക്കിയെടുക്കാറുണ്ട്.
ആ രീതിയിൽ നമുക്ക് കൈയിൽ കളറ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അങ്ങനെ കിട്ടിയ വെള്ളം അത് സ്പൂൺ ഉപയോഗിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിൻ ചെയ്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് മൈദ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കയ്യിലിട്ട് കൊടുക്കാം. പക്ഷേ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ കളറൊന്നും കിട്ടിയില്ല. ഇത് ട്രഡീഷണൽ മെത്തേഡാണെന്നാണ് പറയുന്നത്. ഇത് നേരത്തെ മൈലാഞ്ചി കുക്കറിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെയാണ്. ഇതിനു മുമ്പ് കുക്കറിൽ മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു, അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോടെ തന്നെ വിളിച്ചു നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.